പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ള വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ മശിഹാ തമ്പുരാൻ്റെ പരിപാവനമായ പാദപീഠത്തിൽ ചേർന്ന് ഇരുന്ന് അവിടുത്തെ തിരുവായിൽ നിന്ന് കേൾപ്പാൻ നമുക്ക് ഭാഗ്യമൊരുക്കി തന്ന നല്ലവനായ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട അനിവാര്യമായ ചില സംഗതികളാണ് കഴിഞ്ഞ 2 പ്രാവശ്യങ്ങളിലായി നാം പരിചിന്തനം ചെയ്തത്. ഇത് അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുന്ന പാഠങ്ങളാണ്. ഇന്ന് വീണ്ടും നമ്മൾ ആ ചിന്ത നമ്മുടെ ജീവിതത്തിൽ ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ കൊരിന്ത്യർക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാമത്തെ അധ്യായം 9-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? വ്യക്തമായ ഒരു പഠിപ്പിക്കലാണത്. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ദൈവമക്കൾ അറിഞ്ഞിരിക്കണം. ഇത് ഗലാത്യ ലേഖനത്തിലും അപ്പോസ്തലനായ പൗലോസ് ആവർത്തിച്ച് എഴുതുന്നുണ്ട്. ദൈവരാജ്യം അവകാശമാക്കാൻ അന്യായം പ്രവർത്തിക്കുന്നവർക്ക് കഴിയില്ല. ഈ ഒരു ബോധ്യം എനിക്കുണ്ടായിരുന്നേ മതിയാകൂ. ഒരു വിശ്വാസിക്ക് അവശ്യമുണ്ടായിരിക്കേണ്ട ഒരറിവാണത്. അന്യായം പ്രവർത്തിച്ചാൽ ദൈവരാജ്യം കിട്ടുകയില്ല, അതിൽ അവകാശവും ഓഹരിയും കിട്ടുകയില്ല. പലപ്പോഴും ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ അന്യായം പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. ഒരുപാട് അന്യായങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ പലതും അന്യായ പ്രവൃത്തിയാണെന്ന് അവരറിയുന്നില്ല. അന്യായമാണെന്ന് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നവരും അന്യായമാണെന്ന് അറിയാതെ പ്രവർത്തിക്കുന്നവരുമുണ്ട്. അറിയാതെ പ്രവർത്തിക്കുന്നവർ അപൂർവമാണ്. തെറ്റ് ചെയ്യുന്ന ഏത് വ്യക്തിക്കും അറിയാം താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റാണെന്ന്. ഇവിടെ അപ്പോസ്തലൻ അതിനെ തുടർന്ന് പറയുന്നുണ്ട് ഒരു പട്ടിക. അങ്ങനെ അപ്പോസ്തലൻ പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളെ തന്നെ നിങ്ങൾ വഞ്ചിക്കരുത്. ഇത് വ്യക്തമായൊരു താക്കീതും ഒരു പാഠവുമാണ്. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ തന്നെ വഞ്ചിക്കരുത്. മറ്റുള്ളവരെ വഞ്ചിക്കുന്നതൊക്കെ ആളുകളുടെ ജീവിതത്തിൽ ശീലമായിരിക്കാം, പക്ഷേ സ്വയവഞ്ചകരായി മാറരുത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും നീചപ്രവൃത്തികളിൽ ഒന്നാണ് സ്വയം വഞ്ചിക്കുക എന്നുള്ളത്, സ്വന്തം മനസാക്ഷിയെ വഞ്ചിക്കുക എന്നുള്ളത്. നമുക്ക് തന്നെ അറിയാം തെറ്റ് ചെയ്യരുത് എന്ന്, ചെയ്താൽ അത് ശരിയാകില്ലെന്ന്, അത് നഷ്ടം വരുത്തുന്ന കാര്യമാണെന്ന്. ഇതറിഞ്ഞിട്ട് വീണ്ടും ആ നഷ്ടം വരട്ടെ അല്ലെങ്കിൽ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ സ്വയം വഞ്ചകരാണ്. ഞാൻ ഈ വഴി പോയാൽ എനിക്ക് അപകടം വരുമെന്നറിഞ്ഞിട്ട് ഞാൻ ഈ വഴി തന്നെ പോകുന്നുവെങ്കിൽ ഞാൻ എന്നെ വഞ്ചിക്കുന്നയാളാണ്. ഞാൻ ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടാൽ എനിക്ക് ആത്മനാശം വരുമെന്നറിഞ്ഞിട്ട് ആ പ്രവൃത്തിയിൽ ഞാൻ ഏർപ്പെടുന്നുവെങ്കിൽ ഞാൻ സ്വയവഞ്ചകനാണ്. ഞാൻ ഇങ്ങനെ സംസാരിച്ചാൽ അതെനിക്ക് വിനയായി മാറുമെന്നറിഞ്ഞിട്ടും ഞാൻ അങ്ങനെ തന്നെ സംസാരിക്കുന്നുവെങ്കിൽ ഞാൻ എന്നെ വഞ്ചിക്കുന്നയാളാണ്. പ്രിയപ്പെട്ടവരെ, ഒന്ന് പരിശോധിക്കണം. സ്വയവഞ്ചകരായിട്ടാണോ ഈ ഭൂമിയിൽ നാം ജീവിക്കുന്നത്? പേര് വിശ്വാസികൾ എന്നാണ്, എന്നാൽ ആത്മവഞ്ചകരായിട്ടാണോ നാം ജീവിക്കുന്നത്? ആകരുത് എന്ന് അപ്പോസ്തലൻ താക്കീത് ചെയ്യുകയാണ്. അതാണ് വ്യക്തമായി പറഞ്ഞത്. അന്യായം പ്രവർത്തിക്കുന്നവരാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഇത് സത്യമാണ്, അത് നീക്കം വരാത്ത യാഥാർത്ഥ്യമാണ്. അതങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിന് മറുവശം മനസ്സിലാക്കണം. ന്യായം പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കും. ദൈവരാജ്യം ന്യായം പ്രവർത്തിക്കുന്നവർക്കുള്ളതാണ്. ചിലരെങ്കിലും ദൈവത്തെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ഈ വേദഭാഗത്തെയൊക്കെ ഉപയോഗിക്കും. അന്യായം പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു വിധിയല്ലേ എന്നൊരു ചോദ്യമുണ്ട്. ന്യായം പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കും എന്നൊരു മറുവശം പറയുമ്പോൾ അതും ദൈവത്തിൻ്റെ വിധിയാണ് എന്ന് വരുമോ? ന്യായം പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കും, അതവരുടെ ന്യായപ്രവർത്തിക്ക് കിട്ടുന്ന പ്രതിഫലമാണ്.
അതിൽ ദൈവത്തിന് പങ്കില്ല എന്ന് പറയാൻ ഒക്കുമോ? അന്യായം പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല, അത് ദൈവത്തിൻ്റെ വിധിയാണ്, അതിൽ മനുഷ്യന് പങ്കില്ല എന്ന് പറയാൻ ഒക്കുമോ? നമ്മളെപ്പോഴും ഇരുവശങ്ങളും ഒരുപോലെ തുലനം ചെയ്ത് പഠിക്കാൻ മനസ്സുള്ളവരായിരിക്കണം. ഇത് ദൈവം മനുഷ്യന് കൊടുത്ത സ്വാതന്ത്ര്യത്താൽ മനുഷ്യൻ കണ്ടെത്തേണ്ടതാണ്. ദൈവത്തിൻ്റെ അടിച്ചേൽപ്പിക്കലൊന്നും ഇതിൻ്റെ പിന്നിലില്ല. ദൈവം ആർക്കു വേണ്ടിയും മുൻകൂട്ടി വിധി നിർണയിച്ചിട്ടില്ല. ദൈവത്തെ വിധിക്കാൻ മാത്രം ആരും ശ്രമിക്കരുത്. ദൈവം ആരുടെ മേലും ഒന്നും അടിച്ചേൽപ്പിക്കുന്നവനല്ല. ദൈവത്തിന് അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. മനുഷ്യ, നീ ഒരു തീരുമാനത്തിലെത്തുക, നീ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുക. നിൻ്റെ നിർണയമാണ് നിൻ്റെ ഭാവി എന്താണെന്ന് തീരുമാനിക്കുന്നത്. ഇവിടെ നാം സത്യത്തിൽ നമ്മുടെ ജീവിതത്തെ ശരിക്കും സൂക്ഷ്മതയോടെ നയിക്കണം. അതിന് ദൈവത്തെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. ദൈവം അങ്ങനെ മുൻകൂട്ടി ഒന്നും നിർണയിച്ചു വച്ചിട്ടില്ല. സാധ്യതകൾ മനുഷ്യൻ്റെ മുമ്പിലിട്ട് കൊടുത്തു. ന്യായം പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കും, അന്യായം പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ന്യായം പ്രവർത്തിച്ച് കുറേ പേർ ദൈവരാജ്യം കൈവശപ്പെടുത്തി, അന്യായം പ്രവർത്തിച്ച് കുറേ പേർ ദൈവരാജ്യം നഷ്ടപ്പെടുത്തി. ന്യായം പ്രവർത്തിച്ച് ദൈവരാജ്യം അവകാശമാക്കിയവർ അവരുടെ സ്വന്തം പ്രയത്നത്താൽ അത് നേടി, അതിൽ ദൈവത്തിന് പങ്കില്ല എന്ന് പറയുകയും, അന്യായം പ്രവർത്തിച്ച് ദൈവരാജ്യം നഷ്ടപ്പെടുത്തിയവർക്ക് അതിൽ പങ്കില്ല, അത് ദൈവത്തിൻ്റെ വിധിയാണെന്ന് പറയുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് സ്വഭാവം ദൈവമക്കൾ അവസാനിപ്പിക്കണം. അത് ദൈവത്തോട് ഉള്ള കടന്നുകയറ്റമാണ്, ദൈവത്തോടുള്ള ഏറ്റുമുട്ടലാണ്. അത് വേണ്ട. ന്യായം പ്രവർത്തിച്ചാൽ ദൈവരാജ്യം കൈവശപ്പെടുത്താം, അന്യായം പ്രവർത്തിച്ചാൽ അത് കൈവശപ്പെടുത്താൻ കഴിയില്ല. ഇത് എൻ്റെ തീരുമാനമാണെന്നാണ് ഞാൻ അറിയേണ്ടത്. അത് ഞാൻ അറിയേണ്ട ആഴമേറിയ ഒരു അറിവാണ്. ഇതെൻ്റെ ജീവിതത്തിൽ ആഴമേറിയ അറിവായി നിന്നാൽ എനിക്ക് എന്നെ തന്നെ സൂക്ഷിക്കാൻ കഴിയും. അന്യായ പ്രവൃത്തികളുടെ പട്ടികയാണ് പിന്നെ അപ്പോസ്തലൻ അവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ദുർനടപ്പുകാർ സൂക്ഷിക്കുക, അതൊരു അന്യായ പ്രവൃത്തിയാണ്. അത് ദൈവരാജ്യത്തിൽ നിന്ന് നിന്നെ അന്യപ്പെടുത്തുന്ന പ്രവൃത്തിയാണ്. ദുർനടപ്പ് സൂക്ഷിക്കുക. ദുർനടപ്പ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമുക്ക് മനസ്സിലാകും, നടക്കാൻ വിധിക്കപ്പെട്ടതിൽ നിന്ന് വിഭിന്നമായ നടപ്പാണ് ദുർനടപ്പ്. വരയ്ക്കപ്പെട്ട ട്രാക്കിൽ നിന്ന് മാറിയുള്ള പ്രയാണമാണ് ദുർനടപ്പ്. ഒരു വിശ്വാസി നടക്കാൻ വിധിക്കപ്പെട്ട വിശുദ്ധിയുടെ വഴിയുണ്ട്. അതാണ് വിശ്വാസിയുടെ വഴി, നേരിൻ്റെ വഴി, നിഷ്ഠയുടെ വഴി, ആരാധനയുടെ വഴി, സമർപ്പണത്തിൻ്റെ വഴി, ദൈവത്തിൻ്റെ വഴി, കുരിശിൻ്റെ വഴി. ഇതാണ് ദൈവമക്കൾക്ക് നടക്കാൻ വിധിക്കപ്പെട്ട വഴി. ഈ വഴി വിട്ടുള്ള സഞ്ചാരമാണ് ദുർനടപ്പ്. ഈ വഴിയിലൂടെ നടന്നാൽ ദൈവരാജ്യം കിട്ടും, ഉറപ്പ്. ഈ വഴി വിട്ടുമാറി നടന്നാൽ അത് നടക്കുന്നയാളുടെ തീരുമാനമാണ്. ദൈവം ആരെയും ഈ വരച്ചിടപ്പെട്ട വഴിയിൽ നിന്ന് പുറത്തേക്ക് തള്ളി മാറ്റി നിർത്തിയിട്ട് നീ അതിലേ നടന്നാൽ മതി എന്ന് പറയുന്നില്ല. ആരെങ്കിലും ഈ വരച്ചു തന്ന വഴി വിട്ട് പുറത്തേക്ക് പോയെങ്കിൽ അത് അവളുടെ തീരുമാനമാണ്. അതിന് ദൈവത്തിന് ഉത്തരവാദിത്വമില്ല. അങ്ങനെ വഴിതെറ്റി നടന്ന ഒരാൾ ദൈവരാജ്യത്തിലെത്തുകയില്ല. ദൈവരാജ്യത്തിലേക്കുള്ള വഴിയിൽ നടക്കാൻ വിളിക്കപ്പെടുകയും വേർതിരിക്കപ്പെടുകയും നിർത്തപ്പെടുകയും അഭിഷേകം ചെയ്യപ്പെടുകയും നയിക്കപ്പെടുകയും ചെയ്യുന്ന ഒരാൾ ആ വഴിയിലൂടെ നടന്നാൽ ഉറപ്പായിട്ടും ദൈവരാജ്യത്തിലെത്തും. എന്നാൽ സ്വന്തം താല്പര്യങ്ങളിലും സ്വന്തം മോഹങ്ങളിലും കുടുങ്ങിപ്പോയിട്ട് ഈ വഴിക്ക് പുറത്ത് ഒരുപാട് ആസ്വാദനങ്ങളുണ്ടെന്നും ആനന്ദകരമായ പലതുമുണ്ടെന്നും സ്വയം ബോധ്യപ്പെട്ടിട്ട് വഴിയിൽ നിന്ന് വഴുതി മാറി വേറെ വഴിയിലൂടെ നടക്കുന്നവരാണ് ദുർനടപ്പുകാർ. ആ വഴി ചെന്ന് അവസാനിക്കുന്നത് ദൈവരാജ്യത്തിലല്ല. അതുകൊണ്ട് തന്നെ അവർ ദൈവരാജ്യം അവകാശമാക്കാനും പോകുന്നില്ല. ഇതാണല്ലോ സത്യം. അപ്പോൾ നമ്മുടെ നടപ്പ് ഏതു വഴിയിലൂടെയാണ്? നമ്മൾ സ്വയവഞ്ചകരാണോ? ഇത് സ്വയം പരിശോധിക്കേണ്ടതല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇച്ഛിക്കാത്തതുപോലെ ചില കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇച്ഛിക്കുന്നത് പോലെ ചില കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ അത് ദൈവത്തിൻ്റെ കുറ്റമാണെന്ന് പറയുന്നതിന് മുൻപ് ഞാൻ നടക്കേണ്ട വഴിയാണോ നടന്നത്? എന്തുകൊണ്ടാണ് ഞാൻ ഈ പ്രതിസന്ധിയിൽ പെട്ടത് എന്ന് സ്വയം ചോദിക്കാനുള്ള ഒരു ബോധമുണ്ടാകണം. ആത്മവഞ്ചകരായി മാറരുത്, അതാണ് പറഞ്ഞതിൻ്റെ പൊരുൾ. അപ്പോൾ ദുർനടപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്തപ്പെടേണ്ടതുണ്ട്. വീണ്ടും അപ്പോസ്തലൻ തുടർന്ന് പറയുന്നു, വിഗ്രഹാരാധികൾ ദൈവരാജ്യം കൈവശപ്പെടുത്തുകയില്ല. സത്യദൈവത്തെ ആരാധിക്കുന്നവർ ദൈവരാജ്യം കൈവശപ്പെടുത്തും എന്നാണ് അതിൻ്റെ മറുവശം.
അപ്പോൾ ആരാധന എന്താണോ അതാണ് ദൈവരാജ്യത്തിലേക്കുള്ള വഴി നിർണ്ണയിക്കുന്നത്. സ്വയം വഞ്ചിക്കരുത്. വിഗ്രഹങ്ങളെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ ദൈവമക്കളെ സത്യദൈവമായ കർത്താവിന് പകരം കർത്താവിൻ്റെ സ്ഥാനത്ത് മറ്റ് എന്തിനേയെങ്കിലും ആരാധിക്കുന്നതൊക്കെ വിഗ്രഹാരാധനയാണ്. ഇന്ന് ബഹുഭൂരിപക്ഷം പേരും ആരാധിക്കുന്ന വിഗ്രഹം പണമാണ്. പണം. ദ്രവ്യാഗ്രഹമാകുന്ന വിഗ്രഹാരാധന എന്നൊരു പ്രയോഗം പുതിയ നിയമത്തിലുണ്ട്. പണത്തെ ആരാധിക്കുന്നവർ, പണം സമ്പാദിക്കാൻ വേണ്ടി അവിഹിത മാർഗങ്ങൾ സ്വീകരിക്കുന്നവർ, പണം വർദ്ധിപ്പിക്കാൻ വേണ്ടി പല തെറ്റുകളും ചെയ്യുന്നവർ, പണത്തിനു വേണ്ടി പരസ്പരം പോരാടുന്നവർ, പണത്തിനു വേണ്ടി കടിച്ചു കീറുന്നവർ, അത് ഒരു തരം വിഗ്രഹാരാധനയാണ്. ചിലർ നേരെ വേറൊരു ചിന്തയിലാണ് പോകുന്നത്. സ്ഥാനങ്ങൾ, മാനങ്ങൾ, മഹത്വങ്ങൾ, അതിനു വേണ്ടിയാണ് ഈ കടിച്ചു കീറലുകളെല്ലാം നടത്തുന്നത്. അതിനു വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് അവർ കേസുകൾ കൊടുക്കുന്നത്, നടത്തുന്നത്. അപ്പോൾ അവരും സത്യത്തിൽ വിഗ്രഹാരാധികളാണ്. ഇരിക്കുന്ന കസേരയെ, ഇരിക്കുന്ന സ്ഥാനത്തെ ശരിക്കും വിഗ്രഹമായി കാണുന്നവർ. ദൈവരാജ്യത്തിലേക്കല്ല പ്രയാണം. അബ്രഹാം പിതാവിൻ്റെ ജീവിതത്തിൽ ദീർഘകാലത്തെ കാത്തിരിപ്പിനും പ്രാർത്ഥനയ്ക്കുമൊടുവിലാണ് വാഗ്ദത്ത സന്തതിയെ കിട്ടിയത്, ഇസഹാക്ക്. ആ ഇസഹാക്ക് വൈകാതെ അബ്രഹാമിൻ്റെ ആരാധനാപാത്രമായി മാറി. ദൈവത്തെ അവൻ മാറ്റി നിർത്തി. മകനെ അവൻ ദൈവത്തെക്കാളധികം സ്നേഹിച്ചു. ദൈവത്തിന് കൊടുക്കേണ്ട സമയം കൂടെ മകനു വേണ്ടി വേർതിരിച്ചു. ദൈവത്തിന് കിട്ടേണ്ട ശ്രദ്ധ മകനിലേക്ക് കേന്ദ്രീകരിച്ചു. ദൈവം രണ്ടാം സ്ഥാനത്തായി, അല്ലെങ്കിൽ വേറെ ഒരു സ്ഥാനത്തായി, ഇസഹാക്ക് ഒന്നാം സ്ഥാനത്തായി. അവിടെയാണ് അബ്രഹാമിന് ദൈവത്തെ മാറ്റി വിഗ്രഹാരാധനയിൽ പോകേണ്ടി വന്നത്. അതുകൊണ്ടാണല്ലോ യേശു പഠിപ്പിച്ചത്, എന്നെക്കാൾ അധികമായി അപ്പനെയോ അമ്മയെയോ നിലംപുറയിടങ്ങളെയോ വസ്തുവകകളെയോ സ്നേഹിക്കുന്നവൻ ആരും എനിക്ക് കൊള്ളാവുന്നവൻ അല്ല. അവരെല്ലാം വിഗ്രഹാരാധികളും ദൈവനിഷേധികളുമാണെന്നാണ് പറഞ്ഞതിന് പൊരുൾ. അബദ്ധത്താൽ നമുക്കെന്താ സംഭവിക്കുന്നത്? നമ്മൾ പേരുകൊണ്ട് അറിയപ്പെടുന്ന വിശ്വാസികളാണ്, ദൈവവിശ്വാസികൾ, ദൈവത്തെ ആരാധിക്കുന്നവർ. വാക്കുകളിലും പ്രകടനങ്ങളിലുമുള്ള ആരാധനയ്ക്കപ്പുറത്ത് ആത്മാവിലുള്ള ഒരാരാധന നമ്മുടെ ജീവിതത്തിലുണ്ടോ? ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നത് ദൈവത്തെയാണോ, അതോ പണത്തെയാണോ, അതോ സ്ഥാനമാനങ്ങളെയാണോ, അതോ മക്കളെയാണോ, അതോ പങ്കാളിയെയാണോ, അതോ ഇനി വേറെ ഏതെങ്കിലും സംഗതികളെയാണോ? വിഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന വേറെ ഏതെങ്കിലും ഒരു വിഗ്രഹ രൂപത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിൽ ചിത്രം വരയ്ക്കാറുള്ളത്. യഥാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞു വെച്ചതിൻ്റെ പൊരുൾ കുറേ കൂടെ ആഴമേറിയതാണ്. നിൻ്റെ ജീവിതത്തിൻ്റെ ശ്രദ്ധ പിടിച്ചെടുക്കുന്ന, നിൻ്റെ ആരാധന പിടിച്ചെടുക്കുന്ന, നിൻ്റെ കോൺസെൻട്രേഷൻ പിടിച്ചെടുക്കുന്ന ഏതും നിനക്ക് വിഗ്രഹമാണ്. അപ്പോൾ ഒരു ചോദ്യം വീണ്ടും ചോദിക്കണ്ടേ? ഞാൻ എന്നെ തന്നെ വഞ്ചിക്കുന്ന ഒരു വിഗ്രഹാരാധിയാണോ? സത്യദൈവമായ കർത്താവിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്തിട്ടുണ്ടോ? ദൈവത്തിനു വേണ്ടി വേറെ എന്തും ഉപേക്ഷിക്കാനുള്ള തീരുമാനം എനിക്കുണ്ടോ? ദൈവത്തിലുള്ള എൻ്റെ അടിയുറച്ച വിശ്വാസത്തിന് വേണ്ടി ജീവൻ കൊടുക്കേണ്ടി വന്നാൽ അതിന് എനിക്ക് മനസ്സുണ്ടോ? ഇന്ന് പലതിനും വേണ്ടി മരിക്കാൻ ആളുകളുണ്ട്. ദൈവത്തിനു വേണ്ടി അതാകുമോ എന്നുള്ളതാണ് ചോദ്യം. അവിടെയാണ് ദൈവത്തോടുള്ള സ്നേഹം വിളംബരം ചെയ്യപ്പെടുന്നത്. ആദിമസഭയിലെ വിശുദ്ധ പിതാക്കന്മാരെല്ലാം അങ്ങനെ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ജീവൻ കൊടുത്തവരാണ്. അവരുടെ ത്യാഗമാണ് സഭയ്ക്ക് വളമായി തീർന്നത്. അവരുടെ രക്തമാണ് സഭയ്ക്ക് വളമായി തീർന്നത്. എന്നാൽ അവരുടെയൊക്കെ രക്തത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് ഇന്ന് നമ്മളിവിടെ അധികാരങ്ങൾക്ക് വേണ്ടി മത്സരിക്കുമ്പോൾ എവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവരാജ്യം കണ്ടിട്ടുള്ളത്? സ്വയവഞ്ചകരായി നാം മാറുകയല്ലേ എന്ന ആഴമായ ഒരു ചോദ്യം അവരവരോട് ചോദിക്കണം. പക്ഷേ അന്ധനായി പോയൊരു മനുഷ്യന് ദൈവരാജ്യത്തെ 4-ാം സ്ഥാനത്തേക്കോ 5-ാം സ്ഥാനത്തേക്കോ തള്ളിക്കളഞ്ഞ ഒരാൾക്ക്, സ്വയം ദൈവമാണെന്ന് തോന്നുന്ന ഒരാൾക്ക് ഇതൊന്നും മനസ്സിലാകില്ല. അവിടെയാണ് മനുഷ്യൻ്റെ ആഴമേറിയ പരാജയം വെളിപ്പെട്ട് വരുന്നത്. അപ്പോൾ തിരുത്തപ്പെടണം. വിഗ്രഹാരാധന നമ്മുടെ സ്വയവഞ്ചനയായി മാറുന്നു. നാം അതിൽ പെട്ടുപോകരുത്. വീണ്ടും പറയുന്നു, വ്യഭിചാരികൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. വ്യഭിചാരികളല്ലാത്ത ധാർമ്മിക നിഷ്ഠയുള്ളവർ
ദൈവരാജ്യം അവകാശമാക്കും? ഈ വ്യഭിചാരം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അതിനെ ലൈംഗികതയുമായി കൂട്ടിച്ചേർത്താണ് എപ്പോഴും വായിക്കാറുള്ളത്. തൻ്റേതല്ലാത്തതിനോട് പങ്കുചേരുന്നത് എന്തും വ്യഭിചാരമാണ്. തൻ്റേതല്ലാത്തതിനോട് പങ്കുചേരുന്നത് എന്തും വ്യഭിചാരമാണ്. സ്വന്തമായത് പ്രാപിക്കുന്നത് വ്യഭിചാരമാകില്ല. തൻ്റേതല്ലാത്തത് പ്രാപിക്കുന്നതാണ് വ്യഭിചാരം. അല്ലെങ്കിൽ തനിക്ക് അർഹതപ്പെട്ടതിലേക്ക് പങ്കിടുന്നത് വ്യഭിചാരമല്ല, തനിക്ക് അർഹതപ്പെടാത്തതിലേക്ക് പങ്കിടുന്നതാണ് വ്യഭിചാരം. ഏത് അർത്ഥത്തിലും അതങ്ങനെ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, എവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്? നാം വ്യഭിചാരികളാണോ അല്ലയോ എന്ന്. പഴയ നിയമ ഇസ്രായേലിനെ കുറിച്ച് ദൈവം പറയുന്ന വ്യക്തമായൊരു ചിത്രമുണ്ട്. അവർ എന്നോട് വ്യഭിചാരം ചെയ്തിരിക്കുന്നു. എന്തേ കാര്യം? ഞാൻ അവരുടെ കാന്തനാണ്, ഞാൻ അവരുടെ ദൈവമാണ്. എന്നെ മറന്ന്, എന്നെ വിട്ട് അവർ അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നു. അതിനാൽ അവർ പരസംഗം ചെയ്തിരിക്കുന്നു, അവർ വ്യഭിചാരം ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ദൈവത്തെ പ്രാപിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യേണ്ടവർ മറ്റൊരു ദൈവത്തെ പ്രതിഷ്ഠിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് പരസംഗമാണെന്നും വ്യഭിചാരമാണെന്നും ദൈവമായ കർത്താവ് പറയുമ്പോൾ, തനിക്കുള്ളതല്ലാത്ത മറ്റൊന്നിനെ ആരാധിക്കുന്നതും പ്രാപിക്കുന്നതും വ്യഭിചാരമാണ്. അതിന് ലൈംഗികതയുമായി മാത്രം കൂട്ടിക്കുഴയ്ക്കരുത്. ലൈംഗികതയിലും ഇത് അങ്ങനെ തന്നെയാണ്. ദൈവം തന്ന പങ്കാളിയെ അല്ലാതെ മറ്റൊന്നിനെ പ്രാപിക്കുന്ന പുരുഷനും സ്ത്രീയും വ്യഭിചാരം ചെയ്യുന്നു, പരസംഗം ചെയ്യുന്നു. ഓർക്കുക, ഇങ്ങനെയൊരു കുറ്റം ജീവിതത്തിൽ ചെയ്യുന്നത് ദൈവം പറഞ്ഞിട്ടല്ല, മനുഷ്യൻ സ്വയം വഞ്ചിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. ഞാനത് ചെയ്യാൻ പാടില്ല എന്ന് അറിയാമായിരുന്നിട്ടും അത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ ഞാൻ എന്നെ വഞ്ചിക്കുകയാണെന്ന് ആദ്യം പറഞ്ഞല്ലോ. ഈ വ്യഭിചാരം ചെയ്യുന്നവരൊക്കെ സ്വയവഞ്ചകരാണ്. ദൈവരാജ്യം അവർക്കുള്ളതല്ലെന്ന് അവർ തന്നെ തീരുമാനിച്ചു, എനിക്കത് വേണ്ടെന്ന്. എന്നാൽ ഈ വ്യഭിചാരത്തിന് പോകാതെ നേരായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്കുള്ളതാണ് ദൈവരാജ്യം. അത് സ്വയം തീരുമാനമാണ്. ദൈവമക്കളെ, സ്വയവഞ്ചകരായി മാറാതിരിക്കുക. വീണ്ടും പറഞ്ഞു, സ്വയഭോഗികൾ. സ്വയത്തെ ഭോഗിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ തെറ്റാണ്, പ്രകൃതി വിരുദ്ധമാണ്. അതിന്ന് ലോകത്ത് ആണും പെണ്ണും പെട്ടുപോകുന്ന ഒരു മാരകമായ പാപമാണ്. അത് ദൈവീക മൂല്യങ്ങൾക്ക് ചേരാത്തതാണ്. അതിനെ ശാസ്ത്രീയമായിട്ടൊക്കെ വ്യാഖ്യാനിച്ച് അത് ആരോഗ്യപരമായി ഒരു പോസിറ്റീവായ കാര്യമാണെന്നൊക്കെ ശാസ്ത്രജ്ഞന്മാർ വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയും അങ്ങനെ തെറ്റായ മോട്ടിവേഷൻ തലമുറകൾക്ക് കൊടുക്കുകയും ചെയ്ത് അവരെ അതിലൂടെ വ്യഭിചാരത്തിലേക്ക് വളർത്തിയെടുക്കുന്ന ലോക ചിന്തകളൊക്കെ തിരുത്തപ്പെടണം. സ്വയഭോഗം അത് പ്രകൃതി വിരുദ്ധമാണ്, അത് ക്രമക്കേടാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നവൻ ദൈവരാജ്യം കൈവശപ്പെടുത്തും, അത് ചെയ്യുന്നവൻ ദൈവരാജ്യം കൈവശപ്പെടുത്തില്ല. ഒരിക്കൽ തെറ്റിപ്പോയി എന്നുള്ളത് കൊണ്ട് ദൈവരാജ്യം നഷ്ടപ്പെട്ടു എന്ന് നനയ്ക്കരുത്, തിരുത്തപ്പെടുകയാണ് വേണ്ടത്. ഏത് തെറ്റിനെക്കുറിച്ചും അങ്ങനെയാണ് പറയാനുള്ളത്. ഒരിക്കൽ തെറ്റിപ്പോയി എന്നുള്ളത് കൊണ്ട് എനിക്ക് എന്നേക്കുമായി ദൈവരാജ്യം നഷ്ടപ്പെട്ടു എന്നാരും വിധിക്കരുത്. ക്ഷമിക്കുന്ന, കാത്തിരിക്കുന്ന സ്നേഹമാണ് ദൈവം. തിരുത്തുക, ദൈവരാജ്യം കൈവശപ്പെടുത്തുക. സ്വയം വഞ്ചിച്ചുകൊണ്ട് ജീവിതം തുടരരുത് എന്നാണ് പറഞ്ഞത്. അതിനെ തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ്, പുരുഷകാമികൾ എന്നിവിടെ പറഞ്ഞത് സ്വവർഗരതി എന്ന മാരകപാപത്തെക്കുറിച്ചാണ്. സോതോമ്യ പാപം എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഇന്ന് ലോകചരിത്രത്തിലെ കറുത്ത പൊട്ടായി നിൽക്കുന്ന ചാവുകടൽ ഉണ്ടായത് ഈ പാപത്തിൻ്റെ ബാക്കിപത്രമായിട്ടാണ്. സ്വവർഗരതി, ആണിനെയും പെണ്ണിനെയും കാമിക്കുകയും അവർ തമ്മിൽ ലൈംഗിക വൈകൃതങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഈ ഭീകരമായ പാപം, അതിലൂടെ മാരകമായ രോഗങ്ങൾ സമൂഹത്തെ ഗ്രസിക്കുന്നത്. ഇത് ആത്മീക മനുഷ്യന് ചേർന്നതല്ല, ദൈവ പൈതലിന് കാമ്യമല്ല. അറിഞ്ഞിരിക്കണം ദൈവമക്കൾ, ഒരിക്കലും അതെനിക്ക് നഷ്ടമല്ലാതെ ലാഭം വരുത്തി വയ്ക്കുന്നില്ല. ഈ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവരാരും ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്നും ഇതിൽ നിന്ന് വേറിട്ട് ദൈവം ഒരുക്കി തന്ന പ്രകൃതിദത്ത ബന്ധങ്ങൾ സൂക്ഷിക്കുന്നവർ, നീതിബോധത്തോടെ ജീവിക്കുന്നവർ ദൈവരാജ്യം കൈവശപ്പെടുത്തും എന്നുമാണ് പറഞ്ഞത്. കാലങ്ങളിങ്ങനെ മാറി മാറി വന്നപ്പോൾ സ്വർഗരതിയിൽ ഏർപ്പെടുന്നത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ പ്രത്യേക വ്യാപാരമാണെന്നും അതുകൊണ്ട് അത് വിശ്വാസപരമായ ഒരു തെറ്റല്ല എന്ന് അംഗീകരിക്കണമെന്നും
അങ്ങനെ ഒരേ വർഗത്തിൽപ്പെട്ട പുരുഷൻ പുരുഷനെയും സ്ത്രീ സ്ത്രീയെയും മോഹിച്ചുവെങ്കിൽ അവരുടെ വിവാഹം ഒഫീഷ്യലി നടത്തി കൊടുക്കണമെന്നുമൊക്കെ ചില ക്രിസ്തീയ വിഭാഗങ്ങൾ ചർച്ച ചെയ്യുകയും ചിലരൊക്കെ അങ്ങനെ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പാപത്തിന് കൂട്ടുനിൽക്കുന്ന നിലവാരത്തിലേക്ക് സഭകളും മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിലെ യാഥാർത്ഥ്യങ്ങളാണ് ഈ ചർച്ച ചെയ്യുന്നത്. ഇത് മാറ്റാനോ മറിക്കാനോ എനിക്കോ നിങ്ങൾക്കോ അവകാശമില്ല. ഇത് ദൈവിക പ്രമാണമാണ്. വീണ്ടും പ്രിയപ്പെട്ടവരെ, തുടർന്ന് പറയുന്നു, കള്ളന്മാർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നീതിയോടെ ജീവിക്കുന്നവർ, അന്യൻ്റെ മുതൽ ആഗ്രഹിക്കാത്തവർ, അത് കൈവശപ്പെടുത്താത്തവർ, അധ്വാനിച്ച് ജീവിക്കുന്നവർ ദൈവരാജ്യം കൈവശമാക്കും. കള്ളന്മാരെന്ന് പറഞ്ഞാൽ മോഷ്ടാക്കൾ, അർഹതയല്ല ഇല്ലാത്തത് കൈവശപ്പെടുത്തുന്നവർ, അന്യൻ്റെ മുതൽ അപഹരിക്കുന്നവർ, അവരാണ് കള്ളന്മാർ. ഒരു കാലഘട്ടത്തിൽ ചെമ്പും പാത്രവും വാഴക്കുലയും വീട് കുത്തി തുറന്ന സ്വർണവും ഒക്കെ മോഷ്ടിക്കുന്നവരെ കള്ളന്മാർ എന്ന് വിളിച്ചിരുന്നു. പിൽക്കാലത്ത് ബാങ്ക് കൊള്ളയടിക്കുന്നവരെ കള്ളന്മാർ എന്ന് വിളിച്ചു. ആധുനിക കാലത്ത് ഇവരൊന്നുമല്ല സൂപ്പർ കള്ളന്മാർ. ആരും പിടിക്കാതെ, ആർക്കും പിടികൊടുക്കാതെ, വിളുക്കച്ചിരിച്ച് സമൂഹ മധ്യത്തിൽ എപ്പോഴും നിറഞ്ഞു നിന്ന് പാവപ്പെട്ടവൻ്റെ ജീവിതത്തിൽ കൈയിട്ട് വരുന്ന, സാധാരണക്കാരൻ്റെ സ്വപ്നങ്ങൾ തല്ലിയുടച്ചുകൊണ്ട് അവർക്ക് അർഹതപ്പെട്ടതെല്ലാം കൈയിട്ട് വരുന്ന, ഭരണ നേതൃത്വം വഹിക്കുന്ന ആളുകൾ കള്ളന്മാരുടെ പട്ടികയിൽ മുൻപന്തിയിൽ കയറി നിൽക്കുമ്പോൾ, എല്ലാവരെക്കുറിച്ചുമല്ല കേട്ടോ, അവരോട് ചേർന്ന് ഭരണയന്ത്രം തിരിക്കുന്നതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ കൈക്കൂലിക്കും കോഴയ്ക്കും അഴിമതിക്കും അടിയറ വെച്ചുകൊണ്ട് കള്ളന്മാരുടെ കൂത്തരങ്ങായി അവർ സ്വയം മാറുമ്പോൾ, എല്ലാവരെക്കുറിച്ചുമല്ല കേട്ടോ, സത്യസന്ധന്മാരും നീതിമാന്മാരും ഭക്തന്മാരും വിശുദ്ധരുമായ ധാരാളം പേർ ഈ പറഞ്ഞ ഗ്രൂപ്പിലൊക്കെയുണ്ട്. എന്നാൽ ഭൂരിപക്ഷവും അതിൽ പെടില്ല. അങ്ങനെ വരുമ്പോൾ അവർ കള്ളന്മാർ, ദൈവരാജ്യം കൈവശപ്പെടും, സ്വയം വഞ്ചിക്കുന്നവരാണ്. അവരിവിടെ രാജ്യം തീർക്കുന്നവരാണ്. സ്വയം ദൈവമാക്കുന്നവരും സ്വയം ഒരു രാജ്യമുണ്ടാക്കുന്നവരും. എത്ര നാൾ പിന്നെ എന്ത് എന്നവർ ചിന്തിക്കുന്നില്ല. ഒരു വിശ്വാസി സ്വയം അറിയണം, ഞാൻ എന്നെ വഞ്ചിക്കരുത്, ഞാൻ അന്യായം പ്രവർത്തിക്കരുത്. വീണ്ടും പ്രിയപ്പെട്ടവരെ, അത്യാഗ്രഹികൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരിക്കലും തീരാത്ത മോഹമാണ്. എത്ര കിട്ടിയാലും തൃപ്തി വരാതെ വീണ്ടും വീണ്ടും വാരിപ്പിടിക്കാൻ, കെട്ടിപ്പിടിക്കാൻ, വെട്ടിപ്പിടിക്കാനുള്ള തത്രപ്പാടിൻ്റെ പേരാണ് അത്യാഗ്രഹം. ചിലർ ജീവിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയല്ല, എന്തൊക്കെയോ നേടാൻ വേണ്ടിയാണ്, വെട്ടിപ്പിടിക്കാൻ വേണ്ടിയാണ്. എത്രയുണ്ടെങ്കിലും അവർ തൃപ്തരാകുന്നില്ല. പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി, പുതിയ പുതിയ സാധ്യതകൾ അന്വേഷിച്ച് അവർ വീണ്ടും വീണ്ടും വളർത്തുകയാണ് അവരുടെ സാമ്രാജ്യത്തെ. ന്യായമായതും അർഹമായതും യോഗ്യമായതും ഒക്കെ ജീവിതത്തിൽ നേടിക്കൊണ്ടിരുന്ന ആളുകളിൽ ചിലർ വിചാരിച്ചു, ഇവിടം കൊണ്ട് നിർത്തരുത്, ഈ സാമ്രാജ്യം വളർത്തണം, വർദ്ധിപ്പിക്കണം. അപ്പോൾ അതിൽ തൃപ്തിപ്പെടാതെ പുതിയ പുതിയ സാധ്യതകൾ തേടി, പുതിയ പുതിയ വാതായനങ്ങൾ തേടി അവർ ഓടി. അവർ ഒരുപാട് കടം വാങ്ങി, ഒരുപാടെടുത്ത് ഇൻവെസ്റ്റ് ചെയ്തു. എവിടെയോ അവർക്ക് പിഴവ് പറ്റി. അടി മുതൽ പണിതതെല്ലാം ചീട്ടുകൊട്ടാരം പോലെ താഴെ വീണിട്ട് സ്വയം കൊല്ലുന്നതിൽ വരെ അവരെത്തിപ്പെടുമ്പോൾ അതിമോഹമല്ലേ, അത്യാഗ്രഹമല്ലേ അവരെ തകർത്ത് കളഞ്ഞത്. ഈ അത്യാഗ്രഹികളുടെ മൊത്തത്തിലുള്ള പ്രശ്നം, അവർ ഒരിക്കലും ദൈവത്തിൻ്റെ വഴിയിലല്ല സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്നവർക്ക് അത്യാഗ്രഹമുണ്ടാകില്ല. അവർ നടന്നെത്തുന്നത് ദൈവരാജ്യത്തിലായിരിക്കും. അത്യാഗ്രഹികൾ നടക്കുന്നത് ദൈവത്തിൻ്റെ വഴിയിലല്ല, സ്വന്തം മോഹങ്ങളുടെ വഴിയിലാണ്. അത് ദൈവരാജ്യത്തിലേക്കുള്ള വഴിയല്ല. പിന്നെ പറഞ്ഞു, മദ്യപന്മാർ, അന്യായം പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിലെ ഒരു വിഭാഗമാണത് മദ്യപന്മാർ. അതിനു വേണ്ടി ജീവിക്കുന്നവർ, അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നവർ, അതിൽ മുഴുകുന്നവർ ആണും പെണ്ണുമുണ്ട് ഈ കാലഘട്ടത്തിൽ. മദ്യപിക്കാത്തവർ ദൈവരാജ്യം അവകാശമാക്കും എന്ന ഒരു മറുവശം ഇതിൽ വായിച്ചെടുക്കണം. മദ്യപിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അപ്പോൾ എൻ്റെ വഴി ഞാനാണ് തീരുമാനിക്കേണ്ടത്. മദ്യത്തിൻ്റെ ലഹരിയിൽ മുങ്ങി കുളിച്ച് ഞാൻ നടന്നാൽ ആ വഴി ചെന്ന് അവസാനിക്കുന്നത് ദൈവരാജ്യത്തിലല്ല. ഇതിൽ നിന്ന് വേറിട്ട് സുബോധത്തോടെ നടന്നാൽ ഞാൻ ചെന്ന് അവസാനിക്കുന്നത് ദൈവരാജ്യത്തിലാണ്. സ്വയം തിരുത്തപ്പെടുക തന്നെ വേണം പ്രിയപ്പെട്ടവരെ. പിന്നെ പറയുന്നു, വാവിഷ്ഠാണക്കാർ, ശരിക്കും ഏഷണി പറയുന്നവർ, അല്ലെങ്കിൽ കുറ്റം പറഞ്ഞ് നടക്കുന്നവർ, മറ്റുള്ളവരെ ഏതെങ്കിലും വിധത്തിലൊക്കെ പരിഹസിക്കുന്നവർ ദൈവരാജ്യത്തിലേക്കല്ല നടക്കുന്നത്, പിടിച്ചു പറിക്കുന്നവർ എന്നവസാനം പറഞ്ഞു.
പ്രിയപ്പെട്ടവരെ, ഈ ചിന്ത ഇങ്ങനെ മനസ്സിൽ ഉറപ്പിക്കുമ്പോൾ ഒരു വിശ്വാസി അറിഞ്ഞിരിക്കേണ്ട അനിവാര്യമായ പരമാർത്ഥമാണ് പങ്കിട്ടത്. അന്യായം പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഒരു വിശ്വാസി അറിഞ്ഞിരിക്കണം, ന്യായം പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കും എന്നും ഒരു വിശ്വാസി അറിഞ്ഞിരിക്കണം. സ്വയം വഞ്ചിക്കുന്നവരാകരുത്. ജീവിതത്തിൽ തീരുമാനമെടുക്കണം, സ്വാതന്ത്ര്യം ഉപയോഗിക്കണം. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. പാദപീഠത്തിൽ നിൻ്റെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് അവിടുന്ന് മധുരമായി ആഴമായി ഇന്ന് ഞങ്ങളോട് വാദിച്ചു കൊണ്ടിരുന്നല്ലോ. ഈ കേട്ട ചിന്തകൾ ഹൃദയത്തിൽ സ്വാംശീകരിച്ച് ആത്മനിറവോടെ ജീവിതം ചിട്ടപ്പെടുത്തി അന്യായങ്ങളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരുന്ന, സ്വയം വഞ്ചകരാകാതെ നീതിയുടെ മാർഗത്തിൽ, ന്യായത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിച്ച് ദൈവരാജ്യം കൈവശപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരുമാറാകണമെന്ന് അവിടുത്തെ കൃപയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാഥാ, ശക്തീകരിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.